രാഹുൽ ഈശ്വർ ഇപ്പോഴും അകത്താണോ? എന്താണ്? അകത്താണ്. അപ്പം അവിടെ FIR കാണിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അകത്ത് തന്നെയാണ്. അപ്പം ഞാനും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങ് ഇറങ്ങി. പിന്നെ അവർക്ക് പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും ഇല്ല അങ്ങനെ. അപ്പം അങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാ നിങ്ങൾ അന്വേഷണ സംഘം വന്നിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ? എന്തൊക്കെയാ വീട്ടില് അവര് വന്നിട്ട് ഒന്ന് കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മളെ തൈക്കാട് സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്താറായപ്പോഴത്തേക്കുമാണ് പിന്നെ മാറ്റിയിട്ട് പറഞ്ഞു എല്ലാം നമ്മൾ AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ AR ക്യാമ്പിൽ പിന്നെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവിടെയൊക്കെ മീഡിയ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ AR ക്യാമ്പിലോട്ട് വന്നു. ശരി, ഇവിടെ വന്നിട്ട് പ്രത്യേകം രാഹുൽ ഈശ്വറിനോട് മാത്രമേ ചോദിച്ചുള്ളൂ അതോ താങ്കളോടും എന്തെങ്കിലും ചോദിച്ചു? ഇല്ല, എൻ്റെ അടുത്ത് അങ്ങനെ ചോദ്യം ചോദിച്ചില്ല. ഫോൺ വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഫോണാണ്, എൻ്റെ ഫോൺ പേഴ്സണൽ ഫോണല്ലേ, അത് വെരിഫൈ ചെയ്യണല്ലോ. അപ്പോൾ അവരെ കുറച്ചൊന്ന് നിർബന്ധിച്ചു. പക്ഷേ അത് എൻ്റെ ഫോണാണല്ലോ. ഈ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പലപ്പോഴും നോക്കിയാൽ അറിയാം, സന്ദീപ് വാര്യരുടെ അടക്കം പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കോടതിയുടെ വരും വരായികളെ പറ്റിയൊക്കെ ബോധ്യവാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം, ഇത്തരം ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റിലേക്കൊക്കെ പോയത്? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ അതിന് മുൻപ് അറിയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ചോദ്യം ചെയ്യുകയാണോ രാഹുൽ ഈശ്വറിനെ? അപ്പൊ നിങ്ങളുടെ പോകാൻ പറഞ്ഞു? എന്താണ്? അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കാരണം കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം കോൾസും ഒരുപാട് വരുന്നുണ്ട്. അവിടെ നിന്ന് അവരുടെ കോൾ എടുക്കണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പുറത്തേക്ക് വന്നേ ഉള്ളൂ. രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുകയാണോ? അകത്തേക്ക് ഉള്ളിലാണ് FIRന്റെ ഒരു കോപ്പിയും കൊടുത്തിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതാണ് അതിനകത്ത് വകുപ്പുകൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അതായത് പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് രാഹുൽ ചേട്ടൻ്റെ പോസ്റ്റിലൊന്നും അങ്ങനെ ഇല്ല. എന്ന് വെച്ചാൽ ഒരു പോസ്റ്റിലും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല ഒന്നും. അപ്പം പിന്നെ ഏതൊരു AI വീഡിയോ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതെന്തോ വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു ഇതില്ല, കേസ് നിൽക്കില്ല. കാരണം അങ്ങനെ സംഭവം ചെയ്തിട്ടില്ലല്ലോ, അത് കള്ളമാണ്. ചേട്ടനെങ്ങും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ആ കുട്ടിയുടെ പരാതിയെ പറ്റി എന്താണ് വീട്ടിൽ വന്നപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത്? സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൂടെ വരണം, ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ എടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ രാജുവിനെ സഹകരിച്ചു. ഇപ്പൊ ഇവിടെ കേസെടുത്ത് FIR ഇട്ടോ? FIRന്റെ ഒരു കോപ്പി ഞങ്ങളെ കാണിച്ചായിരുന്നു, അത് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. അതിലെന്തൊക്കെയാ ഈ അധിക്ഷേപ പരാമർശത്തിനാണോ എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല, അവിടെ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതാണ്, പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു, ഫേസ് ആൻഡ് ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നുള്ളൊരു വകുപ്പാണ് FIRൽ കണ്ടത്. പിന്നെ അത് ഫുള്ള് വായിച്ചു നോക്കാൻ എനിക്ക് പറ്റിയില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞോ? ഏതാ? അതെ, എല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പാന്നാ പറഞ്ഞത്.